ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച പൈകളാണിത്. വെയിലത്ത് അതായത് വെയിലത്ത് നിൽക്കും. വെയിലത്ത് നിൽക്കും, അനക്കത്തില്ല, എവിടെ വേണമെങ്കിൽ കൊണ്ടുപോവുക. ഇപ്പം നമുക്ക് പശു മേടിക്കാൻ പറ്റിയ പൈകൾ ഇങ്ങനത്തെ പൈകളാണ് മേടിക്കേണ്ടത്. ജേഴ്സി സിന്ധി ക്രോസ് ആണ്, നല്ല ആരോഗ്യമുള്ള പയ്യാണ്, 2 പല്ല് കിടാരിയാണ്, കന്നി പ്രസവമാണ്, 2 പല്ല് കിടാരിയാണ്, പ്രസവിക്കാറായി. എച്ച് ക്രോസ് ജേഴ്സി കാലമുണ്ട്, 3ാമത്തെ പ്രസവമാണ്. ഞാൻ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ എന്നെ സമീപിക്കുകയാണെങ്കിൽ ഇതേമാതിരി കാടുകളിലും വീടുകളിലും മേഞ്ഞ് നടക്കുന്ന പൈക്കളും വലിയ വലിയ പൈകൾ, എച്ചപ്പ് ക്രോസുകളും പൈകൾ എൻ്റെ കയ്യിലുണ്ട്. എങ്ങനത്തെ പൈകൾ വേണമെങ്കിൽ മര്യാദ വിലപ്പാകത്തിൽ ഞാൻ എടുത്തു കൊടുക്കും. ഫസ്റ്റിലെ പ്രസവമാണ് 4 പല്ല് കിടാരിയാണ് ജേഴ്സി. അതായത് 4 പല്ല് കന്നിയാണല്ലേ? കന്നി പ്രസവമാണ്, കാടുകളിൽ മേഞ്ഞ് നടക്കുന്ന പൈകളാണ്. ഇവിടെ ശരിക്കും പറഞ്ഞത് 1, 2, 3, 4 അങ്ങനെ 5, 6, 7 ഒരു 10 അടുത്തോളം പശുക്കൾ ഇവിടെ മേയാനായിട്ട് വിട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ പറമ്പുകളിൽ മേഞ്ഞ് നടക്കുന്ന പൈകളാണ്. അപ്പോൾ ഈ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച പൈകളാണിത്. വെയിലത്ത് അതായത് വെയിലത്ത് നിൽക്കും, വെയിലത്ത് നിൽക്കും, അനക്കത്തില്ല, എവിടെ വേണമെങ്കിൽ കൊണ്ടുപോവുക. ഇപ്പം നമുക്ക് പശു മേടിക്കാൻ പറ്റിയ പൈകൾ ഇങ്ങനത്തെ പൈകളാണ് മേടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര? സ്റ്റാർട്ടിങ് ഇതൊക്കെ 60-ന്റെ മേലെ, 60 താഴെയൊക്കെ ഉണ്ട്. 50-ന് മേലെ തൊട്ട് 60, 65, 70 വരെ ഉണ്ട് ഇവിടെ. ആ രീതിയിലുള്ള ജേഴ്സി പശുക്കൾ നമുക്ക് എടുത്തു കൊടുക്കാം. നല്ല പശുക്കൾ എടുത്തു കൊടുക്കാം. നമുക്ക് ഇവളെന്താണ് ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നതൊക്കെ അവർ 75-ക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു അനുസരിച്ച് ഇപ്പോൾ ഒരു 60-ന് താഴെ, 60-ന് മേലെ ആയിട്ട് എടുക്കാം. 60 താഴെ നമുക്ക് എടുക്കാം. 60-ന് താഴെ, 60-ന് മേലെ. അത് ഒരു 4-5 ഈറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. നല്ല കിടക്കാച്ചൊരു പശു. ഇത് വന്ന് മോഹക്കാർക്ക് വന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലെവലിലേക്ക് എടുക്കാന്ന്. ഇത് 2ാമത്തെ കിടാരി എച്ച് ക്രോസാ. എച്ച് ക്രോസ് അല്ല, ക്രോസ് ജേഴ്സി ക്രോസ്, എച്ചും ജേഴ്സിയും എല്ലാം കൂടി കലവുള്ള പയ്യാണ്. 2ാമത്തെ കിടാരിയാണ്, പ്രസവിക്കാറായി. ഇതൊരു 10-15 ലിറ്റർ പാല് കണക്കായിക്കോളെ. 15 ലിറ്റർ അതെ, കണക്കായിക്കോ. ഇതും ഭാരത് മേയുന്ന കാടുകളിൽ മേയുന്നതാണ്, തെങ്ങും തോപ്പുകളിലൊക്കെ മേയുന്ന പയ്കളാണ്. നമുക്ക് വീട്ടിലേക്കും പറ്റും കേട്ടോ. ഇതെല്ലാം വീടുകളിലേക്ക് പറ്റും. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഈ വെയിലിൽ ഇങ്ങനത്തെ പൈകളാണ് നമ്മൾ മേടിച്ച് കൊടുക്കേണ്ടത്, കൊണ്ടുപോകേണ്ടത്. ഒരു 10-15 ലിറ്റർ ആണ് ആയിട്ടില്ല, ഇനി ഒരാഴ്ച 10 ദിവസം ആവും പ്രസവിക്കായി. ഓക്കെ, നമുക്ക് എങ്ങനെയാ ചോദിക്കുന്നത്? ഇതും അവർ 60-ന് മേലെ, 70, 75 പറയുന്നുണ്ട്. 60-ന് മേലെ കൊടുക്കേണ്ടി വരും. 60-ന് മേലെ കൊടുക്കേണ്ടി വരും. അല്ലാണ്ട് കിടക്കാച്ചി ആരോഗ്യമുള്ള അല്ലാണ്ട് 50, 55-നൊന്നും ഈ പൈ കിടക്കത്തില്ല. അത് കിടക്കില്ല. 60-ന് മേലെ പൈ കൊടുക്കേണ്ടി വരും. ജേഴ്സി സിന്ധി ക്രോസ് ആണ്, നല്ല ആരോഗ്യമുള്ള പയ്യാണ്, 2 പല്ല് കിടാരിയാ. 2 പല്ല് കിടാരി, 2 പല്ല് കിടാരിയാണ്. ഇതാ കന്നിയാണല്ലേ? കന്നിയാണ്, നല്ല സ്വഭാവം ഉണ്ടേ. അത്യാവശ്യം പാല് പ്രതീക്ഷിക്കാവുന്നൊരു സാധനം. അതെ, ഒരു 10 ദിവസം പിടിക്കും. 10 ദിവസം പിടിക്കും. നല്ല കിടക്കാച്ച് പയ്യ. ഓക്കെ, നമുക്ക് ഇത് എന്ത് റേറ്റിന് കിട്ടും? ഇതെന്തായാലും 60-ന് മേലെ ബാധിക്കുന്നുണ്ട്. 60-ന് മേലെ 70 പറഞ്ഞ 60-ന് മേലെ ബാധിക്കുന്നുണ്ട്. നമുക്കത് ഈ പയ്യ അനുസരിച്ച് മേടിക്കാം. നല്ല കിടക്കാച്ച് പയ്യാണ്. ഇത് എച്ചപ്പ് ക്രോസ് ജേഴ്സി കാലമുണ്ട്, 3ാമത്തെ പ്രസവമാണ്. 3ാമത്തെ പ്രസവം. ഇത് ഈ പയ്യൊക്കെ മാട് കാണാൻ എന്തേ ഉള്ളൂ. 10-15 ലിറ്റർ പാല് കടിക്കും പൈ. 10-18 അത്യാവശ്യം പിന്മടി നല്ല പിന്മടിയായി, നല്ല മടിയായി മാട് കുഴപ്പമില്ലാത്ത മാടാണ്. വീട്ടുകാർക്ക് പറ്റിയ പയ്യകളാ. നമുക്ക് ഇവളൊക്കെ എന്ത് വിലക്ക് ഇറക്കാൻ പറ്റും? ഇതൊക്കെ 10-60 ഉറുപ്പിന് മേലെ കൊടുക്കേണ്ടി വരും. 60 മേലെ കൊടുക്കേണ്ടി വരും. കിണ്ണം കാശിന് പശു കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് 75, 85 കൊടുക്കണ്ട. അത് എന്നാലും നല്ല ജാതിക്കുണ്ട്, നല്ല ഒതുങ്ങിയ പൈ, നല്ല മടിസെറ്റ് മാടുന്നതാ. അതുകൊണ്ടോ എങ്ങനെയുണ്ട് വേണ്ടേ? നല്ല സൂപ്പർ പയ്യ. ഇങ്ങനത്തെ പയ്യാണ് ഈ കാലഘട്ടത്തിൽ പഠിക്കേണ്ട പയ്യ. നമുക്ക് എന്തിനിറങ്ങും? എന്തിനിറങ്ങും വില? എന്തായാലും 60-ന് മേലെ. 60-ന് മേലെ 60-ന് മേലെ, 70-ന്റെ ഉള്ളിൽ. കിടക്കാശ്ശേരി പശു. 3ാമത്തെ പ്രസവ. കൊമ്പില്ലാത്ത ജേഴ്സി മുട്ട. 2ാമത്തെ കിടാരിയാണ്. ഒരു 10-12 ദിവസം കൊണ്ട് ആവും. 15 ദിവസം താഴെ കൊണ്ടാവും. 15 ദിവസം. 15 ലിറ്റർ മേലെ പാല് വരുന്നുണ്ട്. സ്ത്രീകൾക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കൊമ്പില്ല. എല്ലാവർക്കും പറ്റിയ സാധനമാണ്. അത്യാവശ്യം സൈസിലാണ് കേട്ടോ. ഒരു മീഡിയം പരുവത്തിലുള്ള പശു, ഫാമിലേക്ക് നിർത്താൻ പറ്റിയ വലിപ്പമുള്ള പൈകളാണ്. ഇനിയും നല്ല മടിയെല്ലാം വരാനുണ്ട്. ഓക്കെ, നമുക്ക് ഇത് എത്ര പാല് കിട്ടുന്നതാണ്? ഇതൊരു 15 ലിറ്റർ കണക്കാക്കിയാൽ മതി. 2 നേരം കൂടി. 2 നേരം 15. അത്ര കണക്കാക്കിയാൽ മതി. ഇത് ചോദിക്കുന്നത്? ഇത് ചോദിക്കുന്നതൊക്കെ പലതും ചോദിക്കുന്നത്. അവർ 60-ന് മേലെ 70 പറയുന്നുണ്ട്. എന്തായാലും 60-ന് മേലെയുള്ള വ്യാപാരമാണ്. 60-ന് മേലോട്ടുള്ള നോക്കിയാൽ നോക്കിയാൽ 60-ന് താഴെ ഈ മാടുകൾ മാക്സിമം വരുന്നവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. വരട്ടെ. കന്നി പ്രസവമാണ്, 2 പല്ല് കിടാരിയാണ്, പ്രസവിക്കാറായി. ചെറിയ പാർട്ടികൾക്ക് നല്ല പാവുക. അതായത് വീട്ടുപാർട്ടിക്ക് ഒരു 10-12 ലിറ്റർ പാല് 2 നേരവും കൂടി കടിക്കും. നല്ല സ്വഭാവമാണ്. ഫസ്റ്റിലെ പ്രസവമാണ്. എച്ച് ജേഴ്സി ക്രോസാ. നമുക്ക് വലിയ ആക്രമണമോ കാര്യങ്ങളോ ഒന്നുമില്ല.
ഇങ്ങനത്തെ പൈകള് ആണ് വീടുകളിലേക്ക് പറ്റിയ ബൈക്കുകള്. അല്ലാണ്ട് വലിയ 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 ബൈക്കുകളൊന്നും അതിന്റെ ആവശ്യമൊന്നുമില്ല അതിന്. നമുക്ക് എന്ത് റേറ്റിന് ഇറക്കാൻ പറ്റും? ഇതെല്ലാം ഒരു 60ന്റെ മേപ്പറൊക്കെ വേണം പറയുന്നത്, ഒരു 50 മേലെ കൊടുക്കേണ്ടി വരും. ഇപ്പൊ 50 മേലെ എന്തായാലും കൊടുക്കേണ്ടി പിന്നെ അതിന് ഡിമാൻഡ് അത് കന്നി ആയതുകൊണ്ട് ഡിമാൻഡ് കൂടുതലാ. എന്താ പറഞ്ഞാ കുറെ കാലം നിർത്താലോ. അതെ 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 അതെ. മൂന്നാമത്തെ പ്രസവ ഇത്, മൂന്നാമത്തെ ജേഴ്സി HF ക്രോസാ. അത്യാവശ്യം ഫാമിലേക്ക് പാല് നോക്കുന്ന ആളുകൾക്ക്, പാല് കിട്ടണമെന്ന് ആളുകൾക്ക് പറ്റിയ തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പശുവാണ്. പശു നല്ല കാമ്പം പടിയാണ്. ഒരു 15 ദിവസം പിടിക്കും പ്രസവിക്കാൻ. പിന്നെ നല്ല കൊഴുത്ത പാലായിരിക്കും അല്ലേ? പാൽ നല്ല സൂപ്പർ പാലാ, നല്ല ഹെൽത്തി, അതായത് മിക്സഡ് ആയതുകൊണ്ട്. മിക്സഡ് ആയതുകൊണ്ട് അതെ അതെ നല്ല നല്ല പാലാണ്. നന്നായിട്ട് പാലും കറി നല്ല മടി കണ്ടോ. അത്യാവശ്യം നല്ല ഇനിയും കയറാനുണ്ട്. അയ്യോ ഇതാ ഇതാ. അതെ അതെ. ഇതിനിപ്പം എത്ര കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇത് അവർ 20 18 12 തൊട്ട് 20 കടിക്കുമ്പോൾ ഒരു 18 ലിറ്റർ പാല് കണക്കാക്കാം. ആ രീതി നമുക്ക് കിട്ടും. കടിക്കും. ഇതെങ്ങനെയാ ചോദിക്കുന്നത്? പല വിലകളും പറയുന്നുണ്ട്. ഇപ്പൊന്നും വിലകൾ ആൾക്കാരുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഒരു ഏകദേശം ചോദിക്കുമല്ലോ. ഏകദേശം ഒരു 10-70 ഉറുപ്പിന് മേലെയൊക്കെ അവർ വാദിക്കും ഈ പൈകള്. അങ്ങനത്തെ പൈകളാണേ. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എടുത്തു കൊടുക്കും അല്ലേ? എടുത്തു കൊടുക്കും. നല്ല സൂപ്പർ പയ്യല്ലേ. ഒരു 10-15 ദിവസം പിടിക്കും പ്രസവിക്കാൻ. ഇത് മൂന്നാമത്തെ പ്രസവമാണ്. മൂന്നാമത്തെ പ്രസവമാണ്. നമുക്ക് HF ജേഴ്സി ബ്രീഡ് തന്നെ. അതെ, ബ്രീഡാണ്. കലവുള്ള പയ്യ. എന്നാലും നല്ല കൊഴുത്ത പാല് കിട്ടും അല്ലേ? പാൽ നല്ല പോയിന്റ് ഉണ്ടാവും. പാലും കടിക്കും. ഒരു 10-20 ലിറ്ററിന്റെ അടുത്ത് ഒരു 10-15 ലിറ്റർ 20 ലിറ്ററിന് താഴെയൊക്കെ ഈ പാല് കിട്ടും. നമുക്ക് ഇതെങ്ങനെയാ ചോദിക്കുന്നത്? വിലയൊക്കെ പല അവർക്ക് 75 രൂപയൊക്കെ പറയുന്നുണ്ട്. നമുക്കൊരു 65-70 താഴെ കടിച്ചു കഴിഞ്ഞാൽ ഈ പയ്യൊക്കെ എടുത്ത് കൊടുക്കാം. നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. വേറൊരു കെട്ടിത്തര ജേഴ്സികളാണ്. സ്കീമിന് പറ്റിയ പൈക്കളാ. ചെറിയ പശുക്കളാണ്. എന്നാലും 10-15 ലിറ്റർ പാലുകൾ 2 തരം കൂടി വരും. ആ രീതിയിൽ വരും. സ്റ്റാർട്ടിംഗ് റേഞ്ചിൽ നിൽക്കുന്ന പശുക്കളല്ലേ? ഇതെല്ലാം സ്റ്റാർട്ടിങ് ചില 60 താഴെയുള്ള പൈക്കളാ. 50, 55, 60 താഴെ, 60 മേലെ അങ്ങനെയുള്ള പൈക്കളാ. സ്കീമിന് പറ്റിയ പൈക്കളാണ്. പാലൊക്കെ ഒരു 10-15 ലിറ്ററിന്റെ താഴെ അങ്ങനെ കണക്കാക്കിയാൽ മതി. ഇത് മൂന്നാമത്തെ, ഇത് രണ്ടാമത്തെ പൈ, ഇത് രണ്ടാമത്തെ ഒറിജിനൽ ജേഴ്സികളാണ്. ഒറിജിനൽ ജേഴ്സികൾ വെയിലത്ത് മേയാൻ പറ്റിയ പൈക്കളാ. ഇത് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയ പൈക്കളാണ്. ഇതൊക്കെ സ്കീമിനും എല്ലാം പറ്റിയതാണ്. ഇതെല്ലാം ഒരാഴ്ച 10 ദിവസത്തിനുള്ളിൽ എല്ലാം ആവും. ഒരാഴ്ച 10 ദിവസം. അതെ, 15 താഴെ കിടക്കുന്ന പൈകളാ. ആ രീതി ഒരു 55-60 താഴെ ഉള്ള പൈകളാണ് ഇത് സ്കീമിന് പറ്റിയത്. ഇതൊരു മൂന്നാമത്തെ ഈറ്റാണ്. ഇതും പ്രസവിക്കാറായത്. ഇതൊക്കെ ഒരു മര്യാദ വിലപ്പാത്തി കൊടുക്കുക. ഇതൊരു മര്യാദ വിലപ്പാത്തി സ്കീമിന് പറ്റിയ പൈകളാ. ഇത് മൂന്നാമത്തെ പ്രസവമാണ്. ഇത്തിരി മേഞ്ഞ കെട്ടിത്തല വലിയ മേപ്പില്ലാത്ത പയ്യ. ഉണ്ട്. ഒരു 15 ദിവസം പിടിക്കും. 15 ദിവസം പിടിക്കും. അളവ് പൈകളാണ് ഇതൊക്കെ. നമ്മുടെ വീടുകളിലേക്ക് പറ്റിയ പൈകളാ. വേറെ കെട്ടിത്തലി വന്നിട്ട് കാണിക്കാൻ കാരണം അതാണ്. സ്കീമിന് ഉള്ള പൈകളാണേ. അപ്പോൾ നമ്മുടെ മണിച്ചേട്ടൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഓഫീസിലോട് ഇങ്ങനെ തന്നെ